എല്ലാവർക്കും നമസ്കാരം. ആസ്ട്രോളജിയുമായി ബന്ധപ്പെട്ട് ഒരു പുതിയൊരു സീരീസ്, വളരെ ചെറിയ സീരീസാണത്, തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. വീൽ ഓഫ് ടൈം എന്നാണ് ഈ സീരീസിന് പേരിടാൻ വിചാരിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യയിലെ പ്രശസ്ത ആസ്ട്രോളജിസ്റ്റായ KN റാവു സാറിൻ്റെ പഠനങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ചെറിയ സീരീസാണ്. ഇതൊരു ആസ്ട്രോളജി പഠിക്കുന്നവർക്കും കുറച്ചൊക്കെ അറിയാവുന്നവർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഞാനൊരു ആസ്ട്രോളജി സ്റ്റുഡൻ്റാണ്. അപ്പം എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി അത് നിങ്ങളിലേക്കും പകർന്നു തരാം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സീരീസ് ഇവിടെ ആരംഭിക്കുന്നത്. സീരീസ് ആരംഭിക്കുമ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആദ്യത്തെ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഇന്നത്തെ പാർട്ടിൽ പറയാം. അതായത് ഒരു രാശിചക്രത്തെ, ജ്യോതിഷ മണ്ഡലത്തെ, സോഡിയാക്കിനെ നമ്മൾ 12 തിരിക്കുന്നത്. അത് മേടം തൊട്ട് മീനം വരെ. മേട, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. അങ്ങനെ നമുക്ക് നെറ്റിലേക്ക് എടുത്ത് നോക്കിയാൽ കാണാം, എല്ലാവർക്കും അവൈലബിൾ ആണത്. അപ്പോൾ ഇതിലെ ഈ 12 രാശികളെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും കൊണ്ടുവന്ന് തരുന്നത്. ഈ രാശികളെന്ന് പറയുന്നത് ഓരോ ആളുടെ ജീവിതത്തിലെ ചുറ്റുപാടുകളാണ്, അല്ലെങ്കിൽ സംഭവങ്ങളാണ്, സാഹചര്യങ്ങളാണ്. പ്ലാനറ്റുകൾ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന വ്യക്തിപരമായ ഇൻഫ്ലുവൻസുകളാണ്. അതായത് ചില വ്യക്തികൾ ജീവിതത്തിൽ എങ്ങനെ ഇടപെടുന്നു, അതുപോലെയാണ് പ്ലാനറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. രാശികളാകട്ടെ ചില സാഹചര്യങ്ങളെയാണ് ഒരുക്കുന്നത്, ചില സിറ്റുവേഷൻസിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ 12 രാശികളാണുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ 12 രാശികളും 12 വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും കാണിക്കുന്നത്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ജാതകം എടുക്കുകയാണെങ്കിൽ, നമ്മളൊരു ജാതകം പരിശോധിക്കുമ്പം അതിൽ ഇംഗ്ലീഷിലാണെങ്കിൽ അസെൻഡൻറ്റ് ASC എന്ന് എഴുതിയിട്ടുണ്ടാകും, മലയാളത്തിലാണെങ്കിൽ ലഗ്നം എന്ന് എഴുതിയിട്ടുണ്ടാകും. ഇതെവിടെയാണോ എഴുതിയേക്കുന്നത് അതാണ് നമ്മുടെ 1-ാം ഭാവം എന്ന് പറയുന്നത്. അവിടെ തൊട്ട് നമ്മൾ ക്ലോക്ക് വൈസിൽ എണ്ണി തുടങ്ങും. അത് 1 അതിനുശേഷം 2, അങ്ങനെ എണ്ണി 12 രാശികൾ. ഈ 1-ാം ഭാവത്തിന് തൊട്ട് മുമ്പ് നിൽക്കുന്ന രാശി 12-ാം ഭാവമായിരിക്കും. അങ്ങനെ 12 നമ്മൾ എണ്ണും. ഇപ്പോൾ ഒരാളുടെ ചിങ്ങൻ രാശിയിലാണ് എന്ന് എഴുതിയേക്കണമെങ്കിൽ ചിങ്ങൻ രാശിയാണ് അയാളുടെ 1-ാം ഭാവം. ചിങ്ങം കഴിഞ്ഞുള്ള രാശി ഏതാണ്? കന്നിയാണ്, അതാണ് അയാളുടെ 2-ാം ഭാവം. 3-ാം ഭാവം എന്ന് പറയുന്നത് തുലാം. അങ്ങനെ എണ്ണി അവസാനം കർക്കിടകം എന്ന് പറയുന്നത് 12-ലെത്തും, അത് അയാളുടെ 12-ാം ഭാവം. അപ്പോൾ ഇതെല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും. നമ്മുടെ ദക്ഷിണേന്ത്യൻ ശൈലിയിൽ രാശികൾക്ക് മാറ്റമൊന്നുമില്ല. രാശികൾ ഒരേപോലെ തന്നെ നിൽക്കും ചാർട്ടിൽ. മാറ്റം വരുന്നത് വീടുകൾക്കാണ്. ഓക്കെ, അതുകൊണ്ട് എൻ്റെ 1-ാം ഭാവം ചിലപ്പോൾ വൃശ്ചികമായിരിക്കാം, നിങ്ങളുടെ 1-ാം ഭാവം ചിങ്ങമായിരിക്കാം. പക്ഷേ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ അങ്ങനെയല്ല. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു ചാർട്ട് വരയ്ക്കുമ്പോൾ ഹൗസസ് ഫിക്സഡ് ആണ്. അത് രാശി ചാർട്ടിൽ ഹൗസസ് ഫിക്സഡ് ആയിരിക്കും, രാശികളായിരിക്കും മാറി വരുന്നത്. തൽക്കാലം നമുക്കിവിടെ അത് പ്രസക്തമല്ല, അതുകൊണ്ട് അത് വിടാം. ഈ 1 തൊട്ട് 12 ഭാവങ്ങൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഒരു വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. 1-ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി അവനവൻ തന്നെയാണ്. അതായത് 1-ാം ഭാവം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ ശിരസിനെയാണ്, തല. നമ്മുടെ തല നമ്മൾ കാണുമ്പോഴാണ് ഭൂമിയിൽ നമ്മൾ ജനിച്ചു എന്ന് അറിയുന്നത്. അപ്പോൾ 1-ാം ഭാവം കൊണ്ട് ഒരാളുടെ ശരീരം റെപ്രസെൻ്റ് ചെയ്യുന്നു. അയാളുണ്ടായി, അയാളുടെ ശരീരം, അയാളുടെ ഹെൽത്ത്, അയാളുടെ പേഴ്സണാലിറ്റി, അയാളുടെ ക്യാരക്ടർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒന്നുകൊണ്ടാണ്. അപ്പോൾ അയാൾ ജനിച്ചു. പിന്നെയുള്ളത് 2-ാം ഭാവം. 2-ാം ഭാവം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിലനിൽക്കണമെങ്കിൽ നമുക്ക് കുടുംബം വേണം. 2-ാം ഭാവം കൊണ്ട് അയാളുടെ കുടുംബത്തിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. പിന്നെ നമുക്ക് ഭക്ഷണം വേണം. ഭക്ഷണം റെപ്രസെൻ്റ് ചെയ്യുന്നത് 2-ാം ഭാവം കൊണ്ടാണ്. നമുക്ക് സ്പീച്ച്, നമ്മുടെ സംസാരം, അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് 2-ാം ഭാവം കൊണ്ടാണ്. പിന്നെ ജീവിക്കണമെങ്കിൽ നമുക്ക് ധനം വേണം. ധനം റെപ്രസെൻ്റ് ചെയ്യുന്നത് 2-ാം ഭാവം കൊണ്ടാണ്. ഇതൊക്കെ പിന്നെ നമ്മൾ അക്യുമുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ വസ്ത്രം, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം 2-ാം ഭാവമാണ്. അതിനുശേഷം നമ്മുടെ 3-ാം ഭാവം. 3-ാം ഭാവം നമ്മുടെ സഹോദരങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. സഹോദരങ്ങളെ മാത്രമല്ല, നമ്മുടെ കറേജ്, നമ്മുടെ ഹാർഡ് വർക്ക്, ഇതൊക്കെ സ്ഥാപിക്കുന്നത് 3-ാം ഭാവം കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ധനം സമ്പാദിക്കാൻ ആവശ്യമായ നമ്മുടെ കറേജ്, പിന്നെ അതിന് നമ്മൾ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ സഹോദരങ്ങളോട് ഒത്തുചേർന്നായിരിക്കും നമ്മൾ ചെയ്തു തുടങ്ങുന്നത്, നമ്മൾ പ്രയത്നിച്ച് തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കറേജ്, നമ്മുടെ ഹാർഡ് വർക്ക്, ഇതെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത്, നമ്മുടെ ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാവൽ, ഇതൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത് 3-ാം ഭാവം കൊണ്ടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 4-ാം ഭാവം. അപ്പോൾ 3-ാം ഭാവമായ കറേജ് കൊണ്ട് നിങ്ങൾ അക്യുമുലേറ്റ് ചെയ്ത വെൽത്ത്, 2-ാം ഭാവം എന്ന് പറഞ്ഞ വെൽത്താണ്. ഇതെല്ലാം നിങ്ങൾ ചിലവാക്കുന്നത് നിങ്ങൾ 4-ാം ഭാവത്തിലേക്ക്. 4-ാം ഭാവം നിങ്ങളുടെ സുഖ സൗകര്യങ്ങളാണ്, നിങ്ങളുടെ വീടാണ്, നിങ്ങളുടെ വാഹനമാണ്, നിങ്ങളുടെ കംഫർട്ട് സോണാണ്, നിങ്ങളുടെ അമ്മയാണ്. ഇതെല്ലാം 4-ാം ഭാവമാണ്. ഈ 4-ാം ഭാവം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലുള്ള സുഖ സൗകര്യങ്ങളെയും നിങ്ങളുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റ്, മെൻ്റൽ പീസ് എന്ന് പറയുന്നതെല്ലാം
4-ാം ഭാവമുണ്ട്. നിങ്ങളുടെ സുഖസ്ഥാനമാണ് 4-ാം ഭാവം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ 5-ാം ഭാവമായി. 5-ാം ഭാവത്തിന് പ്രധാനമായിട്ടും നമ്മുടെ ബുദ്ധി, നമ്മുടെ ഇൻ്റലിജൻസിനെ 5-ാം ഭാവമായിട്ട് പറയും. നമ്മുടെ കുട്ടികളെ നമ്മൾ 5-ാം ഭാവമായിട്ട് പറയും. നമ്മുടെ സ്പിരിച്വൽ പ്രാക്ടീസിനെ 5-ാം ഭാവമായിട്ട് പറയും. അത് ഇപ്പോൾ ചെറുപ്പകാലത്താണെങ്കിൽ നിങ്ങളുടെ ബുദ്ധിയായിട്ട് നമ്മൾ 5-ാം ഭാവം പറയും. നിങ്ങൾ കുറച്ചും കൂടി ഒരു മിഡിൽ ഏജിലെത്തുമ്പോൾ അത് നിങ്ങളുടെ കുട്ടികൾ എന്നുള്ള ഭാവമായി. നിങ്ങൾ കുറച്ചും കൂടി പ്രായമാകുമ്പോൾ നിങ്ങൾ 5-ാം ഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്പിരിച്വൽ പ്രാക്ടീസാണ്. കാര്യം 5-ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ പൂർവ്വജന്മ പുണ്യം കൂടിയാണ്. അധികാരം, യശസ്, ക്രിയേറ്റിവിറ്റി, ഇതൊക്കെ 5-ാം ഭാവം കൊണ്ട് പറയും. പിന്നെയുള്ളത് 6-ാം ഭാവമായി. 6-ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗരിപു ഋണം എന്നാണ് പറയാറ്. ഒരാളുടെ അയാൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. നമുക്ക് ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ രോഗമായിരിക്കാം. അതായത് രോഗമായിട്ട് പലതും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. രിപു എന്ന് പറഞ്ഞ ശത്രുക്കൾ, പല ശത്രുക്കളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പിന്നെ ഋണങ്ങൾ, പലതരത്തിലുള്ള ബാധ്യതകൾ കടന്നു വരും. ഇതെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്ന 6-ാം ഭാവം കൊണ്ടാണ്. അപ്പോൾ നമുക്കാവശ്യം ഇതൊക്കെ ഇല്ലാത്ത ഒരു ജീവിതം ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം അതെല്ലാം 6-ാം ഭാവം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. അതുപോലെ സർവീസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് 6-ാം ഭാവം കൊണ്ടാണ്. നമ്മൾക്ക് താഴെയുള്ള കീഴ് ജീവനക്കാരെ റെപ്രസെൻ്റ് ചെയ്യുന്നത് 6-ാം ഭാവം കൊണ്ടാണ്. നമ്മുടെ ഡെയിലി റുട്ടീൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് 6-ാം ഭാവം കൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം 6-ാം ഭാവം കൊണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 7-ാം ഭാവം. അപ്പോൾ 7-ാം ഭാവം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സ്പൗസിനെയാണ്. നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണർ, ഇതൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത് 7-ാം ഭാവം കൊണ്ടാണ്. യാത്രകളും റെപ്രസെൻ്റ് ചെയ്യുന്നത് 7-ാം ഭാവം കൊണ്ട് തന്നെ യാത്രകൾ റെപ്രസെൻ്റ് ചെയ്യും. 7-ാം ഭാവം അപ്പോൾ ഭാര്യയായി അല്ലെങ്കിൽ ഭർത്താവായി. അത് കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു ദീർഘായുസാണ് ആണല്ലോ. ഈ ആയുസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് 8-ാം ഭാവം കൊണ്ടാണ്. ആയുസിനെ മാത്രമല്ല അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന നമ്മുടെ പെയിൻ, സോറോസ്, സഫറിങ്സ്, പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായ ധനം വരുന്നത്, അപ്രതീക്ഷിതമായ ധനം നഷ്ടപ്പെടുന്നത്, ഇതെല്ലാം നമ്മൾ 8-ാം ഭാവം കൊണ്ട് തന്നെ റെപ്രസെൻ്റ് ചെയ്യും. ട്രാൻസ്ഫോർമേഷൻ റെപ്രസെൻ്റ് ചെയ്യും. ഒക്കൾട്ടായിട്ടുള്ള നോളജ് എല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത് 8-ാം ഭാവം കൊണ്ടാണ്. പിന്നെ ഈ ഭാര്യ അല്ലെങ്കിൽ സ്ത്രീകളുടെ ജാതകമാണെങ്കിൽ നമ്മുടെ മംഗല്യ ഭാഗ്യം, അതായത് ഭർത്താവിൻ്റെ ആയുസ്സും മറ്റു കാര്യങ്ങളും റെപ്രസെൻ്റ് ചെയ്യുന്നത് 8-ാം ഭാവം കൊണ്ടാണ്. അതേപോലെ തന്നെ ഭാര്യ അല്ലെങ്കിൽ ഭർത്തൃ വീട്ടിലെ ധനം, ഇൻലോസ്, അതൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ 8-ാം ഭാവം കൊണ്ടാണ്. അത് കഴിഞ്ഞ് 9-ാം ഭാവമായി. അപ്പോൾ ദീർഘായുസ് വേണമെങ്കിൽ നമ്മൾ നല്ല പ്രവർത്തികൾ ചെയ്യണം, സദാചാര കർമ്മങ്ങൾ ചെയ്യണം, നല്ല റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യണം. 9-ാം ഭാവം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇതിനെല്ലാത്തിനെയും 9-ാം ഭാവം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. ധാർമ്മികമായ പ്രവർത്തികളെല്ലാം 9-ാം ഭാവം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. അതിന് മാത്രമല്ല പിതാവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതും 9-ാം ഭാവം കൊണ്ടാണ്. 9-ാം ഭാവം കൊണ്ട് ഗുരുവിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന 9-ാം ഭാവം കൊണ്ടാണ്. നല്ല കാര്യങ്ങൾ പഠിക്കുന്നത്, അതായത് ഉന്നത ജ്ഞാനം റെപ്രസെൻ്റ് ചെയ്യുന്നതും 9-ാം ഭാവം കൊണ്ടാണ്. അപ്പം ഇതെല്ലാം ഈ 9-ാം ഭാവം കൊണ്ട് ആർജിക്കും. അച്ഛനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് 9-ാം ഭാവം കൊണ്ടാണ്. നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ 10-ാം ഭാവം കൊണ്ടും പിതാവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അത് രണ്ടും സൈമിൾട്ടേനിയസ്ലി നമുക്ക് ഉപയോഗിക്കാം. രണ്ടും ഫലം പ്രവചിക്കുന്നതിൽ രണ്ടും ഉപകാരപ്പെടാറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 10-ാം ഭാവമായി. അപ്പോൾ ഗുരുവിൽ നിന്ന് അല്ലെങ്കിൽ അച്ഛനിൽ നിന്ന് നമ്മൾ ഉന്നത ജ്ഞാനം നേടി. പിന്നെ 10-ാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ യശസ്, കീർത്തി, നമ്മുടെ പ്രൊഫഷൻ, കരിയർ, ഇതെല്ലാമാണ്. അതെല്ലാം നമ്മൾ അവിടെ ഉപയോഗിക്കും, 10-ാം ഭാവത്തിൽ ഉപയോഗിക്കും. നിങ്ങൾക്കുണ്ടാകുന്ന ബഹുമാനം, സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന ബഹുമാനം ഉണ്ടല്ലോ, നിങ്ങളുടെ സ്റ്റൈൽ ഓഫ് വർക്ക്, നിങ്ങളുടെ കീർത്തി, ഇതെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ 10-ാം ഭാവം കൊണ്ടാണ്. 10-ാം ഭാവം കഴിഞ്ഞാൽ പിന്നെ എന്തായി? 11-ാം ഭാവമായി. 11-ാം ഭാവം. അപ്പോൾ ഈ 10-ാം ഭാവം കർമ്മക്ഷേത്രമാണ്. ആ കർമ്മക്ഷേത്രത്തിൻ്റെ ലാഭസ്ഥാനമാണ് 11 എന്ന് പറയുന്നത് ആണല്ലോ. അപ്പം നിങ്ങൾ നേടിയ കീർത്തിയും ബഹുമാനവും ഒക്കെ കൊണ്ടുണ്ടാകുന്ന നിങ്ങളുടെ വരവ്, ഗെയിൻ, നിങ്ങളുടെ ലാഭം എന്ന് പറയുന്നത് എല്ലാം ഈ 11-ാം ഭാവമാണ്. എല്ലാ വരവും എല്ലാ ലാഭവും പറയുന്നത് 11-ാം ഭാവം കൊണ്ടാണ്. നിങ്ങളുടെ കീർത്തി, യശസ്, ഇതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് വരുന്ന ലാഭം, അതായത് നിങ്ങൾക്ക് കിട്ടുന്ന അവാർഡുകൾ, അവാർഡിനെയൊക്കെ നമുക്ക് ഈ 11-ാം ഭാവത്തിൽ നമുക്ക് പറയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 11-ാം ഭാവം കൊണ്ട് പറയാം. പിന്നെ അതുമാത്രമല്ല, നിങ്ങളുടെ മുതിർന്ന സഹോദരന്മാരെ നമുക്ക് 11-ാം ഭാവം കൊണ്ട് പറയാം. നിങ്ങൾ പെട്ടെന്നുള്ള ധനം വരുന്നത്, അതിനെയൊക്കെ നമുക്ക് 11-ാം ഭാവം കൊണ്ട് പറയാം. 11-ാം ഭാവം ഓവറോൾ എല്ലാം നല്ലതായിട്ട്, അതായത് അവിടെ നിൽക്കുന്ന പ്ലാനറ്റുകൾ നിങ്ങൾക്ക് നല്ല ഗുണങ്ങൾ മാത്രമേ തരുന്നുള്ളൂ എന്ന് പറയാറുണ്ട്. അതായത് മോശം എഫക്റ്റ് ഒന്നും തരാറില്ല അത്രയും. അതിന് വേറെ സ്പിരിച്വൽ ആസ്പെക്റ്റിൽ വേറെ രീതിയിൽ പറയും, അത് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. 11-ാം ഭാവം അങ്ങനെയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് 12-ാം ഭാവമാണ്. 12-ാം ഭാവം 11 കൊണ്ട് എന്താർജിച്ചോ അതെല്ലാം നമുക്ക് ചിലവാക്കണമല്ലോ. അത് ധനം വരുന്നതാണ് 11എങ്കിൽ ധനം ചിലവാക്കുന്നത് 12-ലാണ്. ആയം, വ്യയം. ആയം എന്ന് പറഞ്ഞാൽ 11, വ്യയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12. അപ്പോൾ 12 നഷ്ടസ്ഥാനമാണ്. ഹോസ്പിറ്റലൈസേഷൻ 12ആണ്, ജയിൽവാസം 12ആണ്, ഏകാന്തത 12ആണ്, നിങ്ങളുടെ ഹിഡൻ ആയിട്ടുള്ള ശത്രുക്കൾ 12-ാം ഭാവമാണ്. പിന്നെ മോക്ഷം,
പ്രധാനമായിട്ട് പറയുന്നത് മോക്ഷമാണ്. മോക്ഷം 12ാം ഭാവമാണ്. കാര്യം ഭൗതിക ജീവിതത്തിലെ നഷ്ടങ്ങളായിരിക്കും, പക്ഷേ ആത്മീയ ജീവിതത്തിൽ അത് മോക്ഷത്തിലെത്തിക്കുമെന്ന് പറയും. 12ാം ഭാവം കൊണ്ട് ഈ പറയുന്ന നഷ്ടങ്ങളെയും എല്ലാം നമുക്ക് പറയാം, നഷ്ടങ്ങളെയും ദുരിതങ്ങളെയും എല്ലാം പറയാം. പിന്നെ ശയനസുഖം, ഇതൊക്കെ 12ാം ഭാവമാണ്. ഇതെല്ലാം പറയാം. ഉറക്കം 12ാം ഭാവമാണ്. മെഡിറ്റേഷൻ 12ാം ഭാവമാണ്. ഇതൊക്കെ 12ാം ഭാവം കൊണ്ട് പറയും. ഇത്രയാണ് 12 ഭാവങ്ങളെ കൊണ്ട് പ്രധാനമായിട്ടും പറയുന്നത്. പിന്നെ ഓരോ ഗ്രഹങ്ങൾക്കും ആസ്പെക്റ്റ്, അതായത് ദൃഷ്ടികളുണ്ട്. അതായത് അങ്ങനെ വിശേഷ ദൃഷ്ടിയുള്ളത് വ്യാഴത്തിനും കുജൻ എന്ന് പറഞ്ഞാൽ ചൊവ്വയ്ക്കും ശനിക്കുമാണ് വിശേഷ ദൃഷ്ടികളുള്ളത്. പിന്നെ സ്വാഭാവിക ദൃഷ്ടി എല്ലാ ഗ്രഹങ്ങൾക്കും ഉണ്ട്. അത് 7ലോട്ടാണ്. കാര്യം 7ാം ഭാവം എന്ന് പറഞ്ഞാൽ സ്പൗസാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം ഓരോ ഗ്രഹവും അതിൻ്റെ പാർട്ട്ണറെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും എല്ലാ ഗ്രഹങ്ങൾക്കും, ഗ്രഹങ്ങളെ വ്യക്തികളായിട്ട് എടുക്കുകയാണെങ്കിൽ എല്ലാ ഗ്രഹവും തൻ്റെ സ്പൗസിനെ, തൻ്റെ പാർട്ട്ണറെ എപ്പോഴും സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ട് 7ാം ഭാവത്തിലോട്ട് എല്ലാ ഗ്രഹങ്ങൾക്കും ഒരു ദൃഷ്ടി ഉണ്ടാകും, പെർമനൻ്റ് ആയിട്ടുള്ള ദൃഷ്ടി ഉണ്ടാകും. അതുകൂടാതെ വിശേഷാൽ ദൃഷ്ടിയുള്ളത് ഈ പറയുന്ന പോലെ വ്യാഴത്തിനും കുജനും ശനിക്കുമാണ്. അതിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പോകുന്നത് 5ാം ഭാവത്തിലേക്കും 9ാം ഭാവത്തിലേക്കുമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു 5ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന 5ാം ഭാവമാണ്. പിന്നെ പൂർവ്വജന്മ പുണ്യമൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന 5ാം ഭാവം കൊണ്ടാണ്. അപ്പോൾ വ്യാഴം ഇതിൻ്റെയൊക്കെ കാരകനാണ്. അതായത് ഈ പുണ്യപ്രവർത്തികളുടെയും സദ്ബുദ്ധിയുടെയും കുട്ടികളുടെയൊക്കെ കാരകൻ വ്യാഴമാണ്. അതുകൊണ്ട് തന്നെ വ്യാഴം 5ാം ഭാവത്തിലേക്ക് നോക്കും. അതുപോലെ 9ാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗ്യമാണ്. അതുപോലെ തന്നെ സത്പ്രവർത്തികളാണ്, സദാചാരമാണ്, ധാർമ്മികതയാണ്, എല്ലാമാണ്. വ്യാഴം അതിൻ്റെയും കാരകനാണ്. അതുകൊണ്ട് വ്യാഴം 9ാം ഭാവത്തിലേക്കും വ്യാഴം നോക്കും. അതുപോലെ കുജൻ ചൊവ്വയ്ക്ക് ദൃഷ്ടി 4ലേക്കും 8ലേക്കുമാണ്. 4ാം ഭാവം എന്ന് പറയുന്നത് നമ്മളുടെ വീടാണ്. അപ്പം നമ്മൾ വീടിന് എപ്പോഴും ഒരു സെക്യൂരിറ്റി ഗാർഡിനെ നിർത്തുമല്ലോ. നമ്മുടെ വീട് നമ്മളെപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. വീട് അല്ലെങ്കിൽ പ്രോപ്പർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പം ചൊവ്വ എന്ന് പറയുന്നത് ഒരു യൂണിഫോമിലുള്ള ഒരു പ്ലാനറ്റാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം ഒരു സംരക്ഷകനാണ് ചൊവ്വ. അതുകൊണ്ട് തന്നെ ചൊവ്വ എപ്പോഴും ഈ 4ാം ഭാവത്തിലോട്ട് ചൊവ്വയുടെ ദൃഷ്ടി ഉണ്ടാകും. കാര്യം അത് സംരക്ഷിക്കുക എന്നുള്ളത് ഒരു യൂണിഫോം ഇട്ട ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഗാർഡ് എങ്ങനെയാണ് നമ്മുടെ പ്രോപ്പർട്ടി സംരക്ഷിക്കുന്നത്, അതുപോലെയാണ് ചൊവ്വ 4ലോട്ട് നോക്കുന്നത് ആ പ്രോപ്പർട്ടി സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ചൊവ്വ 8ലോട്ട് നോക്കുന്നുണ്ട്. 8ലോട്ട് നോക്കുന്നത് 8 എന്ന് പറഞ്ഞാൽ ആയുർസ്ഥാനമാണ്. നമ്മുടെ ആയുസ് സംരക്ഷിക്കുന്നത് ആരാണ്? നമ്മുടെ അതിർത്തിയിൽ നിൽക്കുന്ന പട്ടാളക്കാരാണ് നമ്മുടെ ആയുസ് സംരക്ഷിക്കുന്നത്. അപ്പം പട്ടാളക്കാരെന്ന് പറഞ്ഞാലും അവർ യൂണിഫോം ഇട്ട ആളുകളാണ്. അവിടെയും ഈ നമ്മുടെ ആയുസ് സംരക്ഷിക്കാൻ വേണ്ടി ഈ ചൊവ്വ യൂണിഫോം ഇട്ട ആളുകൾ നമ്മുടെ ആയുസ് സംരക്ഷിക്കാനും വേണ്ടി അവരുടെ ദൃഷ്ടി അങ്ങോട്ടും ഉണ്ടാവും. അപ്പോൾ ചൊവ്വ ഈ പറയുന്ന പോലെ 4ലേക്കും യൂണിഫോം ഇട്ട ഒരു പ്ലാനറ്റ് ആയതുകൊണ്ട് അങ്ങനെ നമുക്ക് തമാശയ്ക്ക് അങ്ങനെ പറയാം, യൂണിഫോം ഇട്ട പ്ലാനറ്റ് എന്ന്. അപ്പോൾ യൂണിഫോം ഇട്ട പ്ലാനറ്റ് ആയതുകൊണ്ട് ചൊവ്വ 4ലേക്കും നിങ്ങളുടെ പ്രോപ്പർട്ടിയിലേക്കും നിങ്ങളുടെ ആയുസിലേക്കും ചൊവ്വയ്ക്ക് ദൃഷ്ടിയുണ്ട്, സംരക്ഷിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി. പക്ഷേ ജാതകം നോക്കുമ്പോൾ ഇതിൻ്റെ എഫക്റ്റ് എങ്ങനെ വരുന്നു എന്നുള്ള വേറെ കാര്യം, അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. പിന്നെയുള്ളത് ശനിയാണ്. ശനി നോക്കുന്നത് 3ലേക്കും 10ലേക്കുമാണ്. 3 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർഡ് വർക്കാണ്. അപ്പോൾ നിരന്തരമായ ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ ശനിയെ പോലെ ഒരു ഗ്രഹത്തിൻ്റെ സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ ശനിയാണ് നമ്മളെ കഠിനാധ്വാനം ചെയ്യിക്കുന്നത്. അതുകൊണ്ട് 3ലേക്ക് ശനിയുടെ ദൃഷ്ടി. പിന്നെയുള്ളത് 10 കർമ്മക്ഷേത്രമാണ്. കർമ്മങ്ങളെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നത് ശനിയുമായിട്ടാണ്. കർമ്മകാരകനാണ് ശനി. അതുകൊണ്ട് തന്നെ കർമ്മക്ഷേത്രത്തിലോട്ടും ശനിയുടെ ദൃഷ്ടിയുണ്ട്. ഇങ്ങനെയാണ് ഈ വിശേഷാൽ ദൃഷ്ടികൾ വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. ബാക്കി കാര്യങ്ങൾ ചെറിയ ചെറിയ വീഡിയോകളിലൂടെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞാനും ഒരു ജ്യോതിഷ വിദ്യാർത്ഥിയാണ്. നിങ്ങളുടെ അറിവുകൾ നിങ്ങളും പങ്കുവയ്ക്കുക, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനും പങ്കുവയ്ക്കാം. നന്ദി, നമസ്കാരം.